ഗൈസ്, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് പലർക്കും പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും, പല സ്ഥലങ്ങളിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഒരു അടച്ച 5 മണി സമയത്ത് ഈ ഒരു ജീപ്പിൽ ഞങ്ങൾ കയറിയിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്കുള്ള ഞങ്ങളുടെ ഒരു യാത്രയുടെ തുടക്കം തന്നെയാണ്. 7 പേരായിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പ് ലാസ്റ്റ് ഒരു 5 പേരോട് കൂടി 180 കിലോമീറ്റർ കടന്നിട്ടാണ് ഞങ്ങളിവിടെ എത്തി നോക്കുന്നത്. നമ്മൾ ട്രക്കിങ്ങിന് പോയപ്പോൾ ഏകദേശം 4:45 നമ്മൾ ട്രക്കിങ് കയറാൻ പോകുമ്പോൾ 5:05. എനിക്ക് 25. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് തമിഴ്നാട് സംസ്ഥാനത്തിലെ തേനി ജില്ലയിലെ ബോഡിനായ്ക്കനൂർ മുനിസിപ്പാലിറ്റിയിലുള്ള സമുദ്രനിരപ്പിൽ നിന്നും 8000 അടിയോളം ഉയരത്തിലുള്ള കുളുക്കുമലയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പോകുന്നത് മൊത്തം ഓഫ് റോഡ് ആട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തായാലും കുളുക്കുമലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അറിയാം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള തേയിലത്തോട്ടങ്ങളുള്ളത് കൊളുക്കുമലയിലാണ്. 75 വർഷത്തിലേറെ പഴക്കമുള്ള തേയില ഫാക്ടറികളും കൊളുക്കുമലയിൽ ഇപ്പോഴുമുണ്ട്. 8651 അടി ഉയരമുള്ള മീശപ്പുലിമല, 8988 അടി ഉയരമുള്ള തീപ്പാടം മല എന്നീ മലകൾ കൊളുക്കുമലയുടെ പ്രാന്തപ്രദേശങ്ങളാണ്. മൂന്നാർ പട്ടണത്തിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരെയായി നിലകൊള്ളുന്ന കുളുക്കുമലയിലേക്ക് റോഡ് മാർഗമുള്ള പ്രവേശനം കേരളത്തിൽ നിന്നും മാത്രമേ ഉള്ളൂ. കുളുക്കുമലയിൽ സൂര്യനെല്ലിൽ നിന്നാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം കയറണമെങ്കിൽ. അവിടെ നമുക്ക് ആകെ കൂടി ഇവരുടെ ഓഫ് റോഡ് ജീപ്പിൽ മാത്രമാണ് പോകാൻ സാധിക്കുക. സാധാരണഗതിയിൽ ട്രക്കിംഗ് പാക്കേജ് എടുത്ത് പോകുന്നവർ ഒരു പുലർച്ചെ 4 മണി സമയത്ത് തന്നെ ട്രക്കിംഗ് തുടങ്ങുന്നതാണ്. കാരണം ഒരു 5 മണി സമയത്ത് 5:30 സമയത്ത് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് സൂര്യോദയം കാണാൻ പറ്റുക. ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം 4 മണിക്ക് തുടങ്ങേണ്ട നമ്മുടെ ട്രക്കിംഗ് നമ്മൾ തുടങ്ങിയത് 5 മണിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 6 മണി 6:15 ആവുമെന്നാണ് ആ ഒരു ഡ്രൈവർ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടേക്ക് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറാണ് നമുക്ക് വരിക. അതിൽ കുറേ ദൂരമൊക്കെ നമുക്ക് റോഡിലൂടെ ട്രക്കിങ്ങും പിന്നെ അതിന് ശേഷം മൊത്തം ഓഫ് റോഡാണ് പോണത് കേട്ടോ. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡ്. അത്രയും മോശം വഴി തന്നെയായിരുന്നു ഓഫ് റോഡ് പോണത്. നമ്മൾ ഈ ഓഫ് റോഡ് പോണ ജീപ്പിലൊക്കെ പാട്ടൊക്കെ നല്ല ഒച്ചത്തിൽ വെച്ചിട്ട് അവർ ഒരേ രീതിയിലാണ് വണ്ടി ഓടിക്കുക. പിന്നാലെ വണ്ടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ മുന്നിലും ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരിക്കും. ശരിക്കും വരിയായി പോണ പോലെയാണ് വണ്ടികളെല്ലാം പോണത്. അങ്ങനെ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ വെളിച്ചമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെയും കുറച്ച് ദൂരം നമുക്ക് പോകാനുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് കുളുക്കുമലയിൽ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് വരുന്ന ജീപ്പുകളാണ് കേട്ടോ. നമ്മുടെ ജീപ്പിൻ്റെ പുറകിലും മുന്നിലായിട്ട് ഇതേപോലെ വരിയായിട്ട് ഇഷ്ടം പോലെ ജീപ്പുകളാണുള്ളത്. ഏകദേശം 100 ജീപ്പിൻ്റെ അടുത്താണ് ഉള്ളതെന്ന് തോന്നുന്നു. നമ്മൾ ഏകദേശമൊക്കെ അവിടെ എത്താറായിട്ടുണ്ട്. നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ വെളിച്ചമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ള ടെൻഷനിലും കൂടിയാണ് നമ്മൾ പോകുന്നത്. സൂര്യോദയം മാത്രമല്ല, അവിടെ ക്ലൗഡ് ബെഡ് കൂടി ഉണ്ടാവും എന്നുള്ളൊരു ആശങ്കയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കത് അവിടെ അകലെ നോക്കാൻ നമുക്ക് ക്ലൗഡ് ബെഡൊക്കെ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരം വെളുത്ത് വരുന്തോറും നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം ജീപ്പുകൾ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിനുള്ള അവിടെ തിരിച്ചിടാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അധികം ഒന്നും നടക്കാനില്ല, കുറച്ച് ദൂരം മാത്രമാണ് നടക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയധികം ജീപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലോക്കായി കിടക്കുകയാണ് കേട്ടോ. ഇത്രയധികം ജീപ്പുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മലയുടെ മുകളിൽ എത്ര പേരുണ്ടാവും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയധികം ജീപ്പുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയധികം ജീപ്പുകൾ തന്നെ ഇനി എത്താനും ഉണ്ട്. പിന്നെ ഒരുപാട് പേര് മലയുടെ മുകളിൽ ഇപ്പോൾ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരിക്കും. ബാക്കി കുറേ പേര് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വീക്കെൻഡിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ വഴി കൂടെയാണ് നമുക്ക് കുളുക്കുമലയുടെ മുകളിലേക്ക് കയറാനുള്ളത്. ഏകദേശം 100-150 മീറ്ററിനുള്ളിലാണ് നമുക്ക് നടന്ന് കയറാനുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെയും കൊണ്ട് കുറേ പേര് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ദൂരം ട്രക്ക് ചെയ്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കൂടി 100 മീറ്ററിൻ്റെ അടുത്ത് നടക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ആ ഒരു മലയുടെ മുകളിലെത്താൻ വേണ്ടിയിട്ട്. चल ब्रो लेफ्ट ना बाहर अंदर भाई बाहर करने की क्या बात अरे और कोई नहीं ये नहीं डोला
അപ്പോൾ ഞങ്ങൾ എത്തി കയറി വരുമ്പോഴേക്കും സൂര്യൻ കുറച്ചേശം ഒന്ന് ഉദിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അതിമനോഹരമായൊരു സൈറ്റിംഗാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്ന ജീവിതത്തിൽ ഒരിക്കലും വരേണ്ട ഒരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി സൈലൻ്റ് ആയി പോയി നിന്ന് നരേഷനൊന്നും ഇല്ലാണ്ട് ഈ ഒരു സ്ഥലത്ത് നമുക്ക് ആസ്വദിക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു സൂര്യോദയം, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴും അതിമനോഹരമായ കാഴ്ചകളാണ്. ഈ ഒരു വഴിയിൽ 2 സൈഡിലേക്കായിട്ടാണ് നമുക്ക് സൈറ്റിംഗ് കിട്ടുക. അപ്പോൾ രാവിലെ എല്ലാവരും കയറി വരുന്നത് സൂര്യോദയം കാണാനാണ്. ഉയരം കൂടുന്നത് ചായക്ക് കടുപ്പം കൂടുവാ. ചായ വേണ്ട. ഇവിടെ അജിത്തോ ബ്ലോഗർ ഫൈലി മാറ്. അങ്ങോട്ട് നോക്കടാ. ചെക്ക് കൂടി നല്ല മൈൻഡല്ലേ. കൂട്ടുകാരനെ വിളിച്ചോ? ഞങ്ങൾ മറ്റേ ഇവിടെ കിടന്നിട്ട് മറ്റേ ഇത് വിളിക്കാൻ നിൽക്കില്ല, സുഭാഷ് വിളിക്കാൻ നിൽക്കില്ല. എന്താ പറയാ രണ്ട് തവണ എല്ലാ ഷോട്ടും ബ്ലോക്കുണ്ടല്ലോ. എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പോണത് ജാഗൂർ പാറയ്ക്കാണ്. അതായത് പുലിയുടെ പോലത്തെ ഫേസിൽ ഇവിടെ കുറേ ഫോട്ടോസ് നിങ്ങൾ എടുത്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷനിലാണ് പോണത്. ഞാൻ ഉണ്ടാവുന്നില്ല. 5 പേർ ഒട്ടും തെരിയ മാട്ടില്ല.